ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ വിശിഷ്ടങ്ങളെയും പ്രിയ കൂട്ടുകാരെ, ആഡ്സോറിയത്തിന്റെ പ്രൗഢഗംഭീരമായ വേദിയിൽ ബദർ യുദ്ധത്തിലെ ഏതാനും ചില അനർഘ നിമിഷങ്ങളിലേക്കാണ് ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. സത്യവും അസത്യവും വേർതിരിച്ചറിഞ്ഞ ദിവസം, ആത്മസമർപ്പണത്തിന്റെയും ത്യാഗോജലതയുടെയും ഇതിഹാസ ചരിത്രം. മദീനയിലെത്തിയിട്ടും നബിയെയും സ്വഹാബാക്കളെയും ഖുറൈശികൾ വെറുതെ വിട്ടില്ല, ക്രൂശിച്ചുകൊണ്ടേയിരുന്നു. തങ്ങളുടെ സമ്പത്ത് കവർച്ച ചെയ്തുകൊണ്ട് ഷാമിലേക്ക് കച്ചവടത്തിന് പോകുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ നബിയും സ്വഹാബത്തും അവരെ തടയാൻ പദ്ധതിയിട്ടു. പക്ഷെ അവർ രക്ഷപ്പെട്ടു. വരുന്ന വഴിയിലും അവർ വഴിമാറി രക്ഷപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയും യമപുരയിലേക്ക് അയക്കണമെന്ന ദുശ്ചാഠ്യത്തോടെ അബൂജഹലും സംഘവും മക്കയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ നബിക്കും സ്വഹാബത്തിനുമെതിരെ യുദ്ധം ചെയ്യാൻ ഒരുങ്ങുകയാണ്. ബദറിൽ പൊടിപാറി, ബദറിൽ പരിചയും കുന്തവും വാളും കടുകങ്ങളും തമ്മിൽ ഉരസി, അട്ടഹാസങ്ങളും ആർമാദങ്ങളും ഉയർന്നു കഴിഞ്ഞു. യുദ്ധക്കളം ചെഞ്ചായമണിഞ്ഞു. മുസ്ലിങ്ങളാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഖുറൈശികളുടെ കണക്കുകൂട്ടലുകൾ തെറ്റി. എന്താണ് സംഭവിക്കുന്നത്? പട്ടാളെ കൊടിമാനെ കുതി കുതി മംഗളടിയാടേ ദിശയിലും കുതി കുതി മംഗളടിയാടേടുകൾ കുശൽ വിളി ചുള വിളി 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 പടവളികളും പൊട്ടാളെ തൊകുവിളി പരിപാളം. ഖുറൈശി പ്രമുഖർ ഓരോന്നോരോന്നായി നിലം പതിക്കുകയാണ്. അബൂജഹലിന്റെ മനസ്സിൽ ഭീതിയുടെ അഗ്നിയാണ്. അയാൾ തന്റെ ദൈവങ്ങളായ ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ആവർത്തിച്ച് വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ അവരെല്ലാവരും നേതൃത്വ നിര ഒന്നടങ്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അസ്വദും വലീദും എല്ലാം ധർമ്മയുദ്ധത്തിൽ നേരത്തെ പലരോഗം പ്രാപിച്ചിരുന്നു. അങ്ങനെ മുആദ് റളിയല്ലാഹു അൻഹു അബൂജഹലിനോട് എതിരുകയാണ്. അതിനു മുമ്പ് അബൂജഹൽ വീണിരിക്കുന്നു. മീഖായിൽ അലൈഹിസ്സലാമിന്റെ പ്രഹരം വെച്ചിട്ട് അബൂജഹൽ നാമശേഷനായിരിക്കുന്നു. അബൂജഹലിന്റെ പതനത്തോടുകൂടെ ഖുറൈശികളിൽ നിന്ന് വലിയൊരു സംഘം പിന്തിരിഞ്ഞോടുകയാണ്. അങ്ങനെ ഇസ്ലാം വിജയത്തിന്റെ വിജയക്കൊടി നാട്ടി. അങ്ങനെ ആരെയോ ഇബ്നു മസ്ഊദ് തങ്ങൾ അന്വേഷിച്ച ശ്മശാനമുദയിൽ നടക്കുകയാണ്. അവിടെ അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരെയായിരിക്കും ഇബ്നു മസ്ഊദ് തങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവുക?
തങ്ങൾ തിരിഞ്ഞിട്ടുണ്ടാവുക സാക്ഷാൽ അബൂജഹലിനെ തന്നെ. അബൂജഹൽ പ്രജ്ഞയേറ്റ് കിടക്കുന്നത് കണ്ട് കൂറിയ മനുഷ്യനായിരുന്ന ഇബ്നു മസ്ഊദ് തങ്ങൾ അയാളുടെ നെഞ്ചത്തേക്ക് ഒരൊറ്റ ചാട്ടം ചാടിയിട്ട് അബൂജഹലിന് നേരെ നിന്നുകൊണ്ട് ഇബ്നു മസ്ഊദ് തങ്ങൾ പലതും പറയുകയാണ്. അവർ തമ്മിൽ വാക്കേറ്റം നടക്കുകയാണ്. പ്രജ്ഞ തെറ്റി വീണിട്ടും ബോധം നഷ്ടപ്പെട്ടിട്ടും മരിക്കാനായിട്ടും അബൂജഹലിന് പലതും പറയാനുണ്ടായിരുന്നു. തിരിച്ച് ഇബ്നു മസ്ഊദ് തങ്ങൾക്ക് പലതും ചെയ്യാനുണ്ടായിരുന്നു. എന്തായിരിക്കും അബൂജഹലിന് പറയാനുണ്ടായിരിക്കുക? കേളടാ കേളടാ അബൂജഹലേ കേളടാ ചുടിയകടാ കേളടാ ചടയാ മുടാ കേളടാ കേളടാ അബൂജഹലേ കേളടാ ചടയാ മുടാ കേളടാ ചടയാ മുടാ കേളടാ തുടി തുടി കുഞ്ച ഗയാ കുടി കുടി കുൻ പടയാ तुटी तुटी कुन जगया तुटी कुटी कुन पटाया जगल के लगा चाली चगन बोले माली की डपवने चलूं जादू अल्लाह तालू मारी सकला ताली की डपी लूट कीले मारी डुंबोल ताली तोटी टुंबोल मेलुम का कटु कटु बाडे लटा लटा अबूजहले गिले लटा चुड़ी कटा के लटा लटा या मुडा के लटा. സ്വല്പം അഹങ്കാരത്തോടെ അബൂജഹൽ പറയാൻ തുടങ്ങി, എന്റെ കഴുത്ത് നീ നീട്ടി അങ്ങ് മുറിക്കടാ. ഇബ്നു മസ്ഊദ് തങ്ങൾ കേട്ടപാട് ഊരയിൽ നിന്ന് വാളൂരി അബൂജഹലിനെതിരെ വാളോങ്ങാൻ നിൽക്കുമ്പോൾ അബൂജഹൽ പറയുകയാണ്, എന്റെ ഉറയിലുണ്ട് അതിനേക്കാൾ മികച്ച വാൾ, അതെടുത്ത് നീ കൈകാര്യം ചെയ്തോ. ഇബ്നു മസ്ഊദ് തങ്ങളല്ലേ കേട്ടത്? അബൂജഹലിന്റെ ഉറയിൽ നിന്ന് വാളൂരി ഒട്ടും താമസിച്ചില്ല, അബൂജഹലിന്റെ കഴുത്ത് നീട്ടി അങ്ങ് മുറിക്കുകയാണ്. അബൂജഹലിന്റെ കഴുത്ത് നീട്ടി അങ്ങ് മുറിച്ചു. അബൂജഹൽ മരണപ്രാളത്തിൽ പിടഞ്ഞു. ഭീമന്റെ ചെവിയിൽ തുളയിട്ടുകൊണ്ട് ഇബ്നു മസ്ഊദ് തങ്ങൾ കൊണ്ടുപോയി അബൂജഹലിന്റെ തലയെ സ്വഹാബത്തും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വഹാബത്ത് അത് കണ്ടപ്പോൾ മർഹബ ചൊല്ലി സ്വീകരിച്ചു. നബി തങ്ങൾ അതാ സുജൂദിലേക്ക് നമ്രശിരസ്കനായി മടങ്ങുന്നു. इब्नु मस्ऊद से मुतरजा आने आतु वतारे सरजा अति इब्नु मस्ऊद से मुतरजा जेने कालंदा तावरंदा सिमार में भी और तिरुमन बंदा होतल तुझंदी पावर सो मरहबा मुंदी पेरियोनी सुजूदी ചെയ്തേ ആനേ അതുവാരെ റസാ അർത്തി ഇബ്നു മസ്ഊദ് മുതറസാ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ശ്രവിച്ച് നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.